ഹായ് ഡിയർ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കേട്ടോ ലിയോൺ പറഞ്ഞത്, എങ്കിലിന്ന് ഉപ്മാവ് മതി അമ്മ. ഓക്കെ, എങ്കിലിന്ന് ഉപ്മാവ് ഉണ്ടാക്കാം. ഉപ്മാവ് അങ്ങനെ പെട്ടെന്നുണ്ടാക്കി അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റായി വന്നപ്പോൾ ആണ് പിന്നെ ആലോചിച്ചത് ഇതിനെന്താണ് സൈഡ് ഡിഷ്. ഓക്കെ, നാളെ രാവിലത്തേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി കടല വെള്ളത്തിലിട്ടതുണ്ട്. എങ്കിൽ പിന്നെ കടല മസാല ഉണ്ടാക്കിയാലോ എന്നാലോചിച്ചപ്പോഴാണ് ലിയോൻ്റെ വക കടല ഫ്രൈ മതി. ഓക്കെ, എങ്കിൽ ആ കടല കുക്കറിൽ വേവിച്ച് ഞാനിതാ ജസ്റ്റ് ഒന്ന് വറവിലേക്കിട്ടു. കടുക് പൊട്ടിച്ച് പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചിങ്ങെടുക്കാമെന്ന് കരുതി. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി പച്ചക്കറിയും കൂടെ വെട്ടിയിട്ടാലോ എന്നാലോചിച്ചപ്പോഴാണ് കുറച്ച് ക്യാപ്സിക്കം, കുക്കുംബർ എല്ലാം കട്ട് ചെയ്ത് ഇതിന് മുകളിലേക്ക് അങ്ങിട്ടു. മറന്നു പോകരുത്, നമ്മുടെ ഒണിയനാണ് പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ സവോളയും കട്ട് ചെയ്ത് ഇതിന് മുകളിലേക്ക് അങ്ങിട്ടു. ഇത് കറിയാണോ എന്ന് ചോദിച്ചാൽ കറിയല്ല. എന്നാൽ മസാലയാണോ? അതുമല്ല. പക്ഷേ എല്ലാം ഹെൽത്തിയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് കടല കഴിഞ്ഞപ്പോൾ ഇനിയൊരു എന്ത് ഫ്രൈ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചു. ഫിഷും ചിക്കനും ഒന്നും വേണ്ടെങ്കിൽ പിന്നെ വെജിറ്റബിൾ ഫ്രൈ എന്തുണ്ടാക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ വഴുതനക്കുട്ടനെ എടുത്ത് ഞാൻ ഫ്രൈ ആക്കാൻ തീരുമാനിച്ചത്. വഴുതന ഫുള്ളായി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാല പുരട്ടിയത് നമ്മുടെ ദോശ, അധികം എണ്ണയിലൊന്നും മുക്കി പൊരിക്കണ്ട കേട്ടോ. ഞാനിതാ ദോശക്കല്ലിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്കിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ടെടുക്കാം. അത് തന്നെ ധാരാളം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് നന്നായി വെന്ത് മുരിഞ്ഞു വരട്ടെ. അപ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുക്കിപ്പൊരിക്കാത്തതിന് കാരണം എണ്ണ അധികം ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ കടല ഫ്രൈയും റെഡിയായി, ബ്രിഞ്ചാൾ ഫ്രൈയും റെഡിയായി. ഇനി ഉപ്മാവും കൂട്ടി ഇതെല്ലാം കൂടെ അങ്ങ് അടിച്ചാലോ. ഇന്നുച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ആർക്കും ചോറിന് വലിയ താല്പര്യമില്ല. ഓക്കെ, എങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആവശ്യത്തിന് പ്രോട്ടീനുമായി, എന്നാൽ വിശപ്പും കുറയും. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി ഉപ്മാവ് വിളമ്പാം നമുക്ക്. ഉപ്മാവ് വിളമ്പി അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടല അങ്ങോട്ട് വിളമ്പാം. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ സൈഡിലായി നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലിയോണിന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ലിയോൺ റെഡിയായി തിന്നാനിരിക്കുന്നുണ്ട് കേട്ടോ. തിന്നാൽ മാത്രമേ നമുക്കറിയൂ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. അവനെല്ലാം എടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു, ബൈ.